തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ പരിപാടിക്കെത്തിയ വിദ്യാഭ്യാസ മന്ത്രിയെ സ്വീകരിക്കാനെത്താതിരിക്കുകയും വിദ്യാഭ്യാസ മന്ത്രിയെ ഇകഴ്ത്തി സംസാരിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു പ്രധാനാധ്യാപികയെ സ്ഥലം മാറ്റിയത്. വിദ്യാഭ്യാസ മന്ത്രിയെ താൻ ഇകഴ്ത്തി സംസാരിച്ചിട്ടില്ലെന്നും ജാതി വിവേചനമാണ് തനിക്ക് നേരിട്ടതെന്നും പ്രധാനാധ്യാപിക ഊർമിള പ്രതികരിച്ചു. സംഘാടകരോടായിട്ട് പറഞ്ഞു, മന്ത്രി വരാൻ താമസിക്കുമെന്ന് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ താമസിച്ച് മീറ്റിംഗ് തുടങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ മുഷിക്കത്തില്ല, ക്ലാസ് നഷ്ടപ്പെടത്തില്ല. നടപടിയെടുക്കാൻ ഞാൻ പട്ടികജാതിപ്പെട്ടത് കൊണ്ട് മാത്രമാണെന്ന് ശക്തമായി ഞാൻ വിശ്വസിക്കുന്നു. സംഭവം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. സ്ഥലം മാറ്റം റദ്ദാക്കിയില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികൾ നടത്തുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ടല്ലേ കിട്ടിയത്. അതേസമയം സംഭവം കൂടുതൽ വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രിയും രംഗത്തെത്തി. എന്നെ ഇകഴ്ത്തി സംസാരിച്ചു എന്നുള്ളതിന് മാത്രമായിട്ടുള്ള നടപടിയാണെങ്കിൽ ഞാൻ അങ്ങനെ നടപടിയിലേക്ക് പോകില്ല. അതേ അവസ്ഥയിൽ മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ സദസ്സിലുണ്ട്, വേദിയിലും ആളുകളുണ്ട്, ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു, അവർ സ്ഥലത്തില്ല എന്നുള്ളതൊക്കെ ഒരു ട്രാൻസ്ഫർ ശിക്ഷാ നടപടിയുമല്ല. ട്രാൻസ്ഫർ ചെയ്യുന്നതും സസ്പെൻഡ് ചെയ്യുന്നതും ഒന്നും അവരെ മതം നോക്കിയിട്ടല്ല, അവരുടെ തെറ്റായ പ്രവർത്തനം കണ്ടെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടപടി പുനഃപരിശോധിക്കില്ലെന്നും സംഭവം വിവാദമാക്കാനാണ് പ്രതിപക്ഷം ഇതിൽ വർഗീയത കലർത്താൻ ശ്രമിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.